പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം എത്ര അറിയോ? രാത്രി 1 മണി. ഇങ്ങനെ കിടന്നപ്പോ ഒരു ചായ കുടിക്കാൻ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ചായ കുടിക്കാൻ പോരണോന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ചാടി എണീറ്റ് ഡ്രസ് ചെയ്യലും എല്ലാം കൂടി ആയി ഇറങ്ങിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ പിന്നെ ആ ഒരു ത്രില്ലില് ഇറങ്ങാതിരിക്കോ? നമുക്കുണ്ടാലേ വൈബ്. നമ്മളെ വൈബിനനുസരിച്ച് നിങ്ങൾ എത്തുവോ നോക്കിയതല്ലേ. അത് ശരി, ചോദിക്കണ്ടേ? ചോദിക്കുമ്പോഴല്ലേ. ആദ്യേ ഞാൻ വിളിച്ചോണ്ടിയാണ്ട് ചായ പിന്നെ കുടിച്ചാലോന്ന് ചോദിച്ചപ്പോഴേ ആദ്യം പതുക്കെ സൗണ്ടിലാട്ടോ പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ ഉണ്ടാക്കിക്കോന്ന് കരുതിയിട്ടാണ്. പുറത്ത് പോവാന്ന് ചോദിച്ചതും ചാടി എണീക്കലും ഒക്കെ ഒപ്പം. എന്താ ചെയ്യാ, രാത്രി 1 മണി, സംഭവം 1 മണിയാണ്. 1 മണിക്ക് പോകുമ്പം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒപ്പം കൂടണ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു വൈബ് നിങ്ങൾക്കുള്ള നമുക്ക് അറിയില്ലല്ലോ. തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? തിരിച്ചറിയാൻ ശ്രമിക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പോഴെങ്കിലും ഒരു അവസരത്തില് അങ്ങനെ ഒരു ഇത് വേണ്ടേ, അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കണം. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സുകൾ തമ്മിലൊക്കെ പോകലുണ്ട്. ഈസി വേ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചായ കുടിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് പോവുക അറിയും. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ എൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ട ഒരു ആവശ്യം. ശ്രമിച്ചിട്ടില്ല എന്ന് പറയണോ? അങ്ങനെ അതായത് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ വൈബുകളുണ്ട്. പാർട്ട്ണർമാരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പാർട്ട്ണർമാരോട് ഓപ്പൺ ആയിട്ട് പറയണം എല്ലാവരും. അല്ലാതെ ഇത് ഇങ്ങനെ പിന്നെ മനസ്സിൽ വെച്ച് നിന്നിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ കുയിന്താട്ടി നിന്നിട്ടോ അസൂയ കാണിച്ചു നിന്നിട്ടോ കാര്യമില്ല. നിങ്ങൾ പറയാനുള്ളത് പറയണം, തുറന്ന് പറയണം. ഈ വൈബൊക്കെ ഞങ്ങൾക്കും പറ്റൂട്ടോ, അതാ പറയണ്ടേ. ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ ഓരോ വൈക്ക് പോകുമല്ലോ. ഇപ്പോൾ ട്രാവലിങ് പോണ് അല്ലെങ്കിൽ ചാടിക്കാൻ പോണ്, ഊട്ടിക്ക് വരെ ചാടിക്കാൻ ചിലപ്പോൾ ഞങ്ങൾ പോകലുണ്ട്. ആ സമയത്ത് എന്താണ് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ. ആ ഒരു സാധനല്ലേ, അത്ര ഉള്ളില്ലേ പെണ്ണിന്റെ വൈബ് മനസ്സിലാക്കാനും അത് സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കാനും അവരുടെ പാർട്ട്ണർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈവൻ കുട്ടികൾക്ക് പോലും അവരൊരു ഏജ് എത്തിയാൽ അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവര് പോകും. അവരെ വൈബൊക്കെ അവര് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും. ചായ വാങ്ങിച്ചു തന്നിട്ടെ കാര്യം. അപ്പൊ ഞങ്ങളിതാ ചായ കുടിക്കാൻ 4 സ്റ്റാറിൽ എത്തിട്ടോ. ഇവിടെ കൊട്ടുകര 4 സ്റ്റാർ പോയോ കേട്ടോ. ചായ കുടിക്കട്ടെ. ഒരു ബജിയോ മുട്ട ബജി ഉണ്ടോ? അത് കുറച്ച് മതിയോ? മധുരം എടുക്കണോ? അല്ലേ ഇത് മസാല വേണ്ടേട്ടാ. മുട്ട ബജി ആണല്ലോ. മുട്ട ബജി കഴിച്ചോട്ടെ. ഗ്രില്ലാക്കട്ടെ അല്ലേ? ചെറല്ലേ ചെറാക്ക്. ബൈക്ക് റൈഡേഴ്സ് നോക്കി. ബൈക്ക് റൈഡേഴ്സ് ഞാൻ പറഞ്ഞേ അതൊക്കെ ഒരു ത്രില്ല. അങ്ങനെയൊക്കെ യാത്ര വേണം. കോഫി മുട്ട ബജി. ഞാൻ രണ്ടാമത്തെ കോഫിയാണ്. 1 കുടിച്ച് തീർത്ത്. സംഭവം അടിപൊളിയല്ലേ? ഇതുണ്ട് ഈ രാത്രി ഇപ്പം എത്രയും സമയം 2 മണിയായി. കുട്ടികളവിടെ ഉറക്കി കിടത്തിക്കാണ്ട് എല്ലാം ഇറങ്ങി. ഇതൊക്കെ അതിൻ്റെ രസമാണ്. നീ ചാടി നീട്ടാണ്ട് പോന്നോണ്ടി വിളിക്കുമ്പോത്തിനും പിടിക്ക്. ചായയൊക്കെ കുടിച്ചിട്ടോ? ചായയൊക്കെ കുടിച്ചു. ചായ അല്ല, കോഫി. രണ്ടാളും കോഫിയൊക്കെ കുടിച്ചു. ഒരു മുട്ട ബജിയൊക്കെ തിന്ന് അല്ലേ? ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വൈബ് ഉണ്ടല്ലോ, ഈ വൈബ് എന്ന് പറഞ്ഞ സംഭവം നല്ല ത്രില്ലിങ് സംഭവമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എല്ലാവർക്കും ഈ ഒരു ഇത് കിട്ടും. നമ്മൾ ഫ്രണ്ട്സുകളെ മെയിനായിട്ട് വിളിക്കും, ഫ്രണ്ട്സുകളെ കൂടെ പോവും. പക്ഷേ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ മുഖം അത്ര ഉണ്ടാവും. പിന്നെ ഇപ്പം നമുക്ക് വിളിക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. വിളിക്കാൻ തോന്നും ആർക്കേലും ഇല്ലേ? ചില സമയം ചെല്ലുമ്പോ ഇങ്ങനെ
കാണിച്ചു പോയുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ തോന്നൂലേ? ഇവര് ഏത് നേരം ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ കറങ്ങുക, അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ പറയണോ ഏത് ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിലാവുമല്ലോ. ഏതായാലും ഇപ്പൊ ഇഷ്ടമായ സംഭവം, ഒരുപാട് എൻജോയ് ചെയ്ത്. ആ അപ്പഴേ ഞങ്ങള് ഇനി പോയി കിടന്നിറങ്ങട്ടെ. സമയം 2:10. ആ നാളെ സ്കൂളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതില് എന്താണ് അതൊന്നും ഇതിന് ബാധിക്കാൻ പാടില്ല. ഓ രാവിലെ സുബിക്ക് വിളിച്ചോണ്ടേ അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.